വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ഇതൊരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ ഓച്ചിറ അമ്പലത്തിൽ അതുപോലെ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോയത്. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുതിട്ടൊക്കെ വന്നു. അപ്പോൾ ഇത് എൻ്റെ ബാക്കിലിരുന്ന് ഋഷിക്കുട്ടൻ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ഇതൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി നേരെ അടുക്കളയിലേക്ക് ചെന്നു കേട്ടോ. ചെന്നപ്പോഴത്തേക്കും അച്ഛൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീനെന്ന് പറയുന്നത് അത് കേരയുടെ തലയാണ്, കേരച്ചൂരയുടെ തലയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ റെഡിയാക്കി അമ്മ അപ്പോഴത്തേക്കും തലയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നു. എന്നിട്ട് മീൻകറി എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ കൊല്ലം സൈഡിലോട്ടൊക്കെ എനിക്കൊന്ന് പിഴുപുളിയൊക്കെ ചേർക്കുമെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളിവിടെ കരുനാഗപ്പള്ളി സൈഡിലൊക്കെ വടക്കംപുളിയാണ് ചേർക്കാറ്. അപ്പോൾ ഇത് നമ്മൾ യൂഷ്വലി എല്ലാവരും വെക്കുന്ന പോലെ തന്നെ എല്ലാ മീൻകറിയും ഒരേ ടൈപ്പിലായിരിക്കും. ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞ് അങ്ങനെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. അപ്പോൾ ഇത് നമ്മൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, നമ്മൾ വഴറ്റേണ്ട ഉള്ളിയും പച്ചമുളകും എല്ലാം വഴറ്റി, പിന്നെ പൊടിവകകളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവ അതെല്ലാം എടുത്ത് അതും വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ വെള്ളം ഒഴിച്ച് തിളച്ചിട്ട് ശേഷം നമ്മൾ മീൻ ഇടുന്നു, കറിവേപ്പില ഇടുന്നു, ഉപ്പിടുന്നു. ഇതെല്ലാം ഒരേ വേ തന്നെ, എല്ലാ കറികളും ഉണ്ടാക്കുന്ന ഒരേ ഇതിൽ തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? സുഖമാണോ? അവിടെ മഴയൊക്കെ ഉണ്ടോ? നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗൈസ് എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ തന്നെ കാണണം. അതുപോലെ ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അടുപ്പിച്ച് വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ നമുക്ക് പണി കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ ഒരു 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടിടുവാണെങ്കിൽ അത്ര കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാത്തത്. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇതേ സെറ്റ് ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആവും കേട്ടോ. അതേ റെഡിയായി. കുറച്ച് വെള്ളമുണ്ട്, അതുകൂടെ ഒന്ന്. ഈ തലക്കറിയൊക്കെ നമ്മൾ തലേന്ന് രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുവാണെങ്കിലാണ് കുറച്ചുകൂടി ടേസ്റ്റിലായിരിക്കും. പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് പെർഫെക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ കളിയൊക്കെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഋഷിക്കുട്ടനെ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് ഈ മീനിൻ്റെ മാംസം ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഈ തല, മുള്ള് അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇപ്പം ഇറച്ചിയുടെ ആണെങ്കിലും ബീഫിൻ്റെയൊക്കെ എല്ല് അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ചോറുണ്ണാനായിട്ട് ഇരുന്നു. തലക്കറിയും കൂട്ടി ഒരു അടിപൊളി ഊണുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ചൂരയുടെയൊക്കെ തല. ഇടയ്ക്ക് ഞാൻ വീട്ടിലും വാങ്ങിക്കും, ചേട്ടനൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരുമായിരുന്നു. അപ്പോൾ അമ്മ കോടാലി കൊണ്ട് വരെ വെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. ബൈ.